ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് കാണാം, സാർ. കേൾക്കാം. ഗുഡ് സ്റ്റാർട്ട് മോർണിംഗ്. ചെയ്യല്ലേ സാർ? ഗുഡ് മോർണിംഗ് മാഡം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അബ്ദുൾ റൌഫ്. ഞാനൊരു ടെക്നോളജി പ്രൊഫഷണലാണ്, ഒരു ഡിജിറ്റൽ വെൽനസ് ട്രെയിനറുമാണ്. എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, താങ്ക് യു. നമ്മള് ഒരു ദിവസം, നമുക്കൊരു അവധി ദിവസം, പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല ചെയ്യാനായിട്ട്, പുറത്തു പോകാനോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഇന്ന് നല്ലൊരു ഭക്ഷണം എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, നല്ലൊരു ബിരിയാണി ആയിക്കോട്ടെ, ഇപ്പൊ സദ്യ വേണ്ടവർക്ക് സദ്യയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ട ഭക്ഷണം എന്താണോ അത് ഉണ്ടാക്കുക. അങ്ങനെ ഡൈനിങ് ടേബിളിൽ എല്ലാം കൊണ്ടുവച്ച് നമ്മൾ ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നിരുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യാ? അൻസാർ സാർ ആദ്യം എന്താ ചെയ്യാ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ? ദൈവത്തിനോട് നന്ദി പറയും. അതിനുശേഷം അതിനുശേഷം അങ്ങോട്ട് തുടങ്ങി. അതെ, ഓക്കെ ഓക്കെ. നമ്മൾ കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ മൊബൈൽ ഫോൺ എടുക്കും, അതല്ലെങ്കിൽ TV ഓൺ ആക്കും. നമുക്കൊരു കോമഡി വീഡിയോ ഒക്കെ കണ്ടാലേ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങുള്ളൂ, അങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ യൂട്യൂബ് എടുക്കുന്നു, TV-ലോ മൊബൈലിലോ ഒക്കെ ആയിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു, നല്ലൊരു കോമഡി വീഡിയോ ഒക്കെ ആയിട്ട് സെർച്ച് ചെയ്യുന്നു. ശ്രീനിവാസന്റെയോ ജഗതിയുടെ ഒക്കെ കുറേ വീഡിയോസ് വരും. അതിൽ കുറെ എണ്ണം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണും, അടുത്തേക്ക് പോകും, അങ്ങനെ അങ്ങനെ ഭക്ഷണം കഴിച്ച് തീർന്നിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ സംഭവിക്കാറില്ലേ? വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിനായിട്ട് നമുക്കൊരു ജീൻസ് വാങ്ങിക്കണം. ഒരു 34 സൈസ്, ഒരു ബ്ലൂ കളർ ജീൻസ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെമ്പാടും ഷോപ്പിംഗ് മാളുകളായത് കാരണം നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോകുന്നു. അവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും അല്ലേ? ട്രെൻഡ്സ് ഉണ്ടാവും, മാക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സുഡിയോ, ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെ ഒത്തിരി ഷോപ്പ് ഉണ്ടാവും. നമ്മൾ ആദ്യം കാണുന്ന ഷോപ്പിൽ കയറും. നമുക്കറിയാം നമുക്കൊരു ബ്ലൂ ജീൻസ് ആണ് വേണ്ടത്, എന്നാലും നമുക്ക് ഒരു ആഗ്രഹമാണ് എല്ലാം തപ്പി നോക്കാനായിട്ട്. അങ്ങനെ ജീൻസ് എല്ലാം തപ്പി വലിച്ചു വാരിയിട്ട് അവസാനം ഒരെണ്ണം സെലക്ട് ചെയ്ത് ബില്ലിംഗ് കൗണ്ടറിൽ എത്തുമ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു ചിന്ത, ആഹാ, നമുക്ക് ട്രെൻഡ്സിലും കൂടെ ഒന്ന് കയറി നോക്കിയാലോ. ചിലപ്പോൾ അവിടെ കുറച്ചുകൂടെ നല്ലൊരു ഓഫർ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു കളർ ഉണ്ടാവും. ബ്ലൂ ആണെങ്കിലും പല ഷെയ്ഡുകൾ ഉണ്ടല്ലോ. ട്രെൻഡ്സിൽ കയറും, അടുത്തത് ലൈഫ് സ്റ്റൈൽ, സുഡിയോ, അങ്ങനെ ആ മോളിലുള്ള എല്ലാ ക്ലോത്തിങ് സ്റ്റോറിലും കയറി ഇറങ്ങും. അവസാനം നമ്മൾ എടുക്കാൻ വന്ന ജീൻസ് എടുത്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, എനിക്ക് സംഭവിക്കാറുണ്ട്. ഇനി പദവ നമ്മൾ എടുത്തു തന്നെ വിചാരിക്കുക. എടുത്ത് നമ്മൾ നേരെ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ ഒന്ന്, നമ്മൾ നേരത്തെ ട്രൈ ചെയ്തതായിരിക്കും, എന്നാലും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് അടുത്ത ചിന്ത വരുന്നത്, ഞാനിപ്പോൾ എടുത്തതിനേക്കാൾ നല്ലത് അവിടെ തിരിച്ചു വെച്ചില്ലേ ഒരെണ്ണം, അതായിരുന്നോന്ന്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മുമ്പൊക്കെ ഞായറാഴ്ച മാത്രമാണ് നമുക്ക് TV-യിൽ സിനിമ ഉണ്ടായിരുന്നത് അല്ലേ? ഇന്നാണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയി കാണാം, ഒരുപാട് OTT പ്ലാറ്റ്ഫോമുകളുണ്ട്, സിനിമ കാണാനായിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ അന്ന് സിനിമ കണ്ടപ്പോൾ കിട്ടിയിരുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെ, ഞായറാഴ്ച വരെ വെയിറ്റ് ചെയ്ത് 4 മണിക്ക് TV-ന്റെ മുമ്പിലിരുന്ന് 6:30 വരെ കണ്ടിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ പൊതുവിൽ പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് ചോയ്സുകളുടെ എണ്ണം കൂടും തോറും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കൂടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നെങ്കിലും സത്യത്തിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം ചോയ്സ് ഉണ്ടോ അത്രത്തോളം നമുക്കൊരു കാര്യം തീരുമാനിക്കാനുള്ള സമയം കൂടും. അതോടൊപ്പം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം കുറവായിരിക്കും. പലപ്പോഴും നമ്മൾ നിരാശരാകുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ബാരി ഷവാർട്സ് എന്ന് പറയുന്ന വ്യക്തി 2004 ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിന്റെ പേരാണ് ദ പാരഡോക്സ് ഓഫ് ചോയ്സ്, മോർ ഈസ് ലെസ്. അപ്പൊ ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സൈക്കോളജിസ്റ്റ് ഒരു സ്റ്റഡി നടത്തി.
ഇത് എങ്ങനെയാണ് ഒരു സെയിൽസ് മേഖലയിൽ, നമുക്കിവിടെ ജേക്കബ് സാറൊക്കെ ഉണ്ട്, സെയിൽസ് ഒക്കെ അറിയാവുന്ന, സെയിൽസ് മേഖലയിൽ എങ്ങനെയാണ് പാരഡോക്സ് ഓഫ് ചോയ്സ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഒരു ജാം സ്റ്റഡി എന്ന് പറയുന്ന ഒരു സ്റ്റഡി നടത്തി. അവര് 2 ഗ്രോസറി സ്റ്റോറുകളെ സെലക്ട് ചെയ്തു. രണ്ടിടത്തും ഏറെക്കുറെ ഒരേപോലെ സെയിൽസ് നടക്കുന്ന ഒരു സ്ഥാപനങ്ങളാണ്, അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉള്ള സ്ഥാപനങ്ങളാണ്. ഇവര് ഒരു പർട്ടിക്കുലർ ജാമിന്റെ ഒരു ബ്രാൻഡിൽപ്പെട്ട 6 തരം വെറൈറ്റീസ് ഓഫ് ജാംസ് ഒരു സ്റ്റോറിൽ സെല് ചെയ്യാനായിട്ട് വെച്ചു. അതേ ജാമിന്റെ തന്നെ 24 വെറൈറ്റീസ് വേറൊരു സ്റ്റോറിൽ വെച്ചു. അപ്പൊ ഇവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 24 തരം വെറൈറ്റീസ് ഉള്ള സ്റ്റോറിലായിരിക്കും കൂടുതൽ സെയിൽ എന്നുള്ളതാണ്. പക്ഷെ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ കയറിയത് 24 തരം ജാമുള്ള സ്റ്റോറിലായിരുന്നു. കാരണം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് അവിടെ കാണുന്നുണ്ട്, ആളുകൾ ഒരു ക്യൂരിയോസിറ്റി കാരണം കയറുന്നുണ്ട്. മറ്റിടത്ത് ആളുകളുടെ എണ്ണം കുറവായിരുന്നു. പക്ഷെ സെയിൽ നടന്നത്, ആളുകൾ പ്രോഡക്റ്റ് വാങ്ങിച്ചത് കുറച്ച് ഓപ്ഷനുള്ള ഷോപ്പിൽ നിന്നായിരുന്നു എന്നാണ് പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ 6 തരം ജാമുള്ള ഷോപ്പിന്റെ സെയിൽ എന്ന് പറയുന്നത് 24 തരം ജാമുള്ള ഷോപ്പിന്റെ സെയിലിന്റെ 10 ഇരട്ടിയായിരുന്നു. അപ്പൊ ഇതാണ് പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് ഇതിന് പിന്നിട്ടുള്ള സൈക്കോളജി എന്ന് നോക്കാം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേതാണ് ഡിസിഷൻ ഫാറ്റിഗ്. നമ്മുടെ ബ്രെയിനിന് കാര്യങ്ങൾ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 5 ജീൻസ് ഉണ്ട്. ഈ 5 ജീൻസിൽ നിന്ന് ഒരു ജീൻസ് ചൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചത് എളുപ്പമുള്ള കാര്യമാണ്. 5 തമ്മിൽ കമ്പയർ ചെയ്യുന്നു, കളർ നോക്കുന്നു, വില നോക്കുന്നു, അല്ലെ, ഫിറ്റ് നോക്കുന്നു, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയം 100 എന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറഞ്ഞാലോ കുറച്ച് ടൈം എടുക്കും, ചിലപ്പോഴൊന്നും പറ്റിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ 1 നോക്കി 2 നോക്കി ഒരു 50 എത്തുമ്പോഴേക്ക് ഈ 50ഉം 1ഉം തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം അത്രയും കപ്പാസിറ്റി ഒന്നും നമ്മുടെ ബ്രെയിനിൽ ഇല്ല. അത് മാത്രമല്ല, പലപ്പോഴും സംഭവിക്കുക എന്താ വെച്ചാൽ ബ്രെയിന് ഡ്രെയിൻ ഔട്ട് ആയിട്ട് നമുക്കൊരു മടുപ്പ് വരും, അയ്യോ ഇനി വയ്യ, അല്ലെ. പ്രത്യേകിച്ചും ക്ലോത്തിങ് സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ്. കുറേ നോക്കി നോക്കി അവസാനം ഉള്ളതായി എന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം എടുത്ത് അങ്ങ് പോകും. അപ്പൊ ഇതാണ് ഡിസിഷൻ ഫാറ്റിക് എന്ന് പറയുന്നത്. ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാം. ആപ്പിൾ സ്റ്റോർ ഉണ്ടല്ലോ, അതായത് ഐഫോൺ വിൽക്കുന്ന ആപ്പിൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ആപ്പിൾ എപ്പോഴും അവരുടെ പ്രോഡക്റ്റിന്റെ 4 വെറൈറ്റീസ് അവർ ലോഞ്ച് ചെയ്യാറുള്ളൂ. ഇപ്പൊ നിലവിലുള്ളതാണെങ്കിൽ 17 Pro, 17 Pro Max, 17 Air, വെറും 4 വെറൈറ്റീസേ ഉള്ളൂ. ഈ 4 വെറൈറ്റീസും തമ്മിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൈസ് ഡിഫറൻസും ഉണ്ടാവും. എങ്ങനെയായാലും ഒരു 20,000 രൂപയുടെ വ്യത്യാസം ഈ ഓരോ വെറൈറ്റിയും തമ്മിൽ ഉണ്ടാവും. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആപ്പിൾ സ്റ്റോറിൽ ഒരു ഫോൺ വാങ്ങിക്കാൻ പോകുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അയാൾക്ക് ആകെ ചിന്തിക്കേണ്ടത് അയാളുടെ ബഡ്ജറ്റിനെ കുറിച്ച് മാത്രമാണ്. അയാൾ എത്ര കയ്യിൽ പൈസ ഉണ്ടോ ആ പൈസക്ക് ഏത് ഫോണാണോ കിട്ടുക അത് വാങ്ങിച്ചങ്ങ് പോരാം. അതേസമയം നിങ്ങൾ ഒരു ഒപ്പോയുടെയോ വിവോയുടെയോ ഒക്കെ സ്റ്റോറിൽ പോയി നോക്കൂ, 20,000 രൂപയുടെ തന്നെ 10 വെറൈറ്റീസ് ഉണ്ടാവും. അത് മിക്കവാറും എല്ലാം ഒരേപോലത്തെ ഫീച്ചർ ആയിരിക്കും. നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവില്ല, AI ഒക്കെ ഉപയോഗിക്കേണ്ടി വരും ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ. അപ്പൊ എന്താ സംഭവിക്കുക, ഇതിൽ ഏതാണ് എന്നുള്ള കൺഫ്യൂഷൻ കാരണം കസ്റ്റമർ അത് വാങ്ങിക്കാതെ പോകുന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു തിയറിയാണ് ഷൂ തിയറി എന്ന് പറയും. ഇപ്പം നിങ്ങളൊരു സെയിൽസ്മാൻ ആണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ അടുത്തൊരു കസ്റ്റമർ വരുന്നു. കസ്റ്റമർ റാക്കിൽ നിന്ന് ഒരു ഷൂ എടുക്കാൻ പറയും, ആൾക്കത് ഇഷ്ടപ്പെട്ടു, എന്നാൽ അടുത്തതൊന്ന് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അത് മാറ്റി വെക്കാനായിട്ട് പറയുന്നു. 2ാമത്തെ ഷൂ എടുത്തു, അതും മാറ്റി വെച്ചു. ഈ കസ്റ്റമർ 3ാമത്തെ ഷൂ എടുക്കുന്ന സമയത്ത് സെയിൽസ്മാൻ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 2ൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചിട്ട് അതിൽ 1 എടുത്ത് തിരിച്ച് റാക്കിലേക്ക് വെക്കണം എന്നാണ്. കാരണം 3ൽ കൂടുതൽ ചോയ്സ് ഈ കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അയാൾ വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അയാൾ അത് വേണ്ടാന്ന് പറഞ്ഞ് പോകും. അപ്പൊ ഇതെല്ലാം കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ചോയ്സ് കൂടുന്നതിനനുസരിച്ച് അതിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് വേണ്ടതൊരെണ്ണം പിക്ക് ചെയ്യാനുള്ള കഴിവ് കുറയുമെന്നാണ് പറയുന്നത്. ഇനി 2ാമത്തേതാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. നമുക്ക് എപ്പോഴും അവിടെ എന്തോ കിട്ടാനുണ്ട് എന്നറിയുമ്പം അത് മിസ്സാവും എന്നുള്ളൊരു പേടി ഉണ്ടാവും, അല്ലെ. ഇപ്പം 5 നിന്ന് 1 സെലക്ട് ചെയ്യുമ്പം നമുക്ക് എത്ര മിസ്സാവുന്നത്, 4 മിസ്സാവുന്നുള്ളൂ. അതേസമയം നമ്മൾ 100ൽ നിന്നാണ് 1 സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 99 നമുക്ക് മിസ്സാവുന്നത്. ഇവിടെയാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്ന സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും നിരാശയാണ് ഉണ്ടാവുക. ആ 99ൽ ചിലപ്പോൾ കുറച്ചും കൂടെ നല്ലതുണ്ടായിരുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ഏത് സമയത്തും വരുമെന്നാണ്.
മൂന്നാമതായിട്ട് പറയുന്നത് റിഗ്രറ്റ് ആൻഡ് സെക്കൻഡ് ഗസ്. അതായത് നമ്മൾ ഇനിയിപ്പം ഇതെല്ലാം തരണം ചെയ്ത് ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ നമ്മളെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? ഞാൻ നേരത്തെ തിരിച്ചു വെച്ചതല്ലായിരുന്നോ നല്ലത്? നമ്മളൊരു കാറ് വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, ഇന്റർനെറ്റ് എല്ലാം സെർച്ച് ചെയ്തു, എല്ലാ കാർ ഷോറൂമിലും കയറി ഇറങ്ങി, നമ്മളെ ബഡ്ജറ്റിനും നമ്മളെ റിക്വയർമെന്റിനും അനുസരിച്ചുള്ള ഒരു കാറ് വാങ്ങിച്ചു എന്ന് വിചാരിക്കും. വാങ്ങിച്ച് നമ്മൾ റോഡിൽ ഇറങ്ങുമ്പം ഇതിന്റെ വേറൊരു കളർ കാണുന്നു, അതല്ലെങ്കിൽ ഇതേ ഫീച്ചേഴ്സ് ഉള്ള വേറൊരു കമ്പനിയുടെ കാറ് കാണുന്നു. നമ്മൾ എന്താ ചിന്തിക്കുക? അയ്യടാ, ഇത് വേണ്ടിയിരുന്നില്ല, നമുക്ക് അത് എടുക്കാമായിരുന്നു. ഇങ്ങനെ തോന്നിയിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പല ആളുകളും. സത്യത്തിൽ നമ്മൾ ഇതിനെയും കമ്പയർ ചെയ്തതിന് ശേഷമായിരിക്കും ഇത് വാങ്ങിച്ചത്. എന്നാൽ പോലും നമ്മൾ ഇത്തരം ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് വരാറുണ്ട്. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ പാരഡോക്സ് ഓഫ് ചോയ്സ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞങ്ങളുടെ കമ്പനിയിൽ ഒരു 5-6 വർഷം മുമ്പ് വരെ ഞങ്ങൾക്ക് ഫോർമൽ ഡ്രസ് കോഡായിരുന്നു. അപ്പോൾ ഫോർമൽ ഡ്രസ് കോഡ് ആകുമ്പോഴുള്ള ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് പാൻറ്, ഒരു ബ്ലൂ പാൻറ്, അങ്ങനെ ഒരു 3-4 കളറിലുള്ള പാൻസ്, ഏകദേശം അതേപോലെയുള്ള ഷർട്ടുകളും കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള, പിന്നെ അതിന് ആപ്റ്റ് ആവുന്ന ഒരു ടൈയും, ഇത്രയേ ഉള്ളൂ. അപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആകെ ചിന്തിക്കേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഉള്ള 2 എടുത്തിട്ട്. ഈ ഫോർമൽ ഡ്രസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പാൻറ്റും ഷർട്ടും എങ്ങനെ ഇട്ടാലും മാച്ച് ആവും. നമുക്ക് രാവിലെ അതിന് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പിന്നീട് കമ്പനി കാഷ്വൽ ഡ്രസ് ആക്കിയപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എണ്ണം വേണം. ഇനിയിപ്പോൾ ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ എണീച്ചാൽ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി സമയം കളയണം. ഇതിൽ ഏതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്? ജീൻസും ഷർട്ടും മാച്ച് ആവണം, അല്ലെങ്കിൽ ടീഷർട്ട് മാച്ച് ആവണം, അതിന് മാച്ച് ആവുന്ന ഷൂ വേണം, ഇങ്ങനെ. അപ്പൊ ഇതിന്റെ ഒരു സാരം എന്ന് പറയുന്നത്, ചോയ്സുകളുടെ എണ്ണം കൂടുന്തോറും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയം കൂടും, പലപ്പോഴും കഴിവ് കുറയും. ഇനിയിപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്താൽ തന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷം വളരെ കുറവായിരിക്കും. പലപ്പോഴും അത് നിരാശയിൽ പോയി അവസാനിക്കും. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആളുകൾ ഓരോ കാര്യം സെലക്ട് ചെയ്യുന്ന ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ആളുകളെ 2ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേതാണ് മാക്സിമൈസർ. മാക്സിമൈസേഴ്സ് എപ്പോഴും ബെസ്റ്റ് അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ്. അവരെന്ത് വാങ്ങിക്കുകയാണെങ്കിലും ദേ വാണ്ടഡ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് അവൈലബിൾ ഓപ്ഷൻസ്. മൊബൈൽ ഫോൺ ആണെങ്കിൽ അവർ ഒരു മാസമൊക്കെ ഇരുന്ന് സെർച്ച് ചെയ്യും, എന്നിട്ടേ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുള്ളൂ. അതുപോലെ ഇപ്പൊ ഡ്രസ്സ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, ഈവൻ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന പോലും അല്ലെ 100-200 പെണ്ണ് കണ്ടിട്ട് കല്യാണം കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ബിക്കോസ് ദേ വാണ്ടഡ് ദ ബെസ്റ്റ്. അതേസമയം സാറ്റിസ്ഫൈസർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അവരുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് അവരങ്ങ് വാങ്ങിക്കും. ഇപ്പം ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ എനിക്കൊരു 50 മെഗാ പിക്സൽ ക്യാമറയുള്ള 20,000 രൂപയുടെ മൊബൈൽ ഫോൺ വേണം, കൊള്ളാവുന്ന ഒരു ഡിസ്പ്ലേ വേണം. ഇത് ഞാൻ ആദ്യത്തെ ഷോപ്പിൽ തന്നെ ഇത് കാണുകയാണെങ്കിൽ അത് വാങ്ങിച്ചെന്ന് പോരും. ഇതാണ് സാറ്റിസ്ഫൈസർ എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടുക നമ്മൾ സാറ്റിസ്ഫൈസർ ആയിരിക്കുമ്പോഴാണ്. മാക്സിമൈസർ ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിരാശയായിരിക്കും ഫലം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ഇനിയുള്ള അടുത്ത ചോദ്യം, നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി? അതെ, ഇപ്പൊ നമുക്ക് ഒരുപാട് ചോയ്സുകൾ അവൈലബിൾ ആണല്ലേ ലോകത്ത്. ആ ചോയ്സുകളൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ എൻവയോൺമെന്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ നമുക്കൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ കയറിയാൽ ഒരുപാട് മൂവീസ് അവൈലബിൾ ആണ്. പുറത്തേക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ അവൈലബിൾ ആണ്. അപ്പം ഇതിൽ നിന്നുണ്ടാവുന്ന ഈ നിരാശ ഒഴിവാക്കാനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ലിമിറ്റ് ദ ചോയ്സ്. നമ്മൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ചോയ്സിനെ പരമാവധി ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഫേസ്ബുക്കിന്റെ മുതലാളി മാർക്ക് സുക്കർബർഗിനെ കണ്ടിട്ടുണ്ടോ? ആൾ എപ്പോഴും ഒരു ഗ്രേ കളർ റൗണ്ട് നെക്ക് ടീഷർട്ടാണ് ഉണ്ടാവുക. ഫോർമൽ ആണെങ്കിൽ ആൾ അതിന്റെ മുകളിൽ ഒരു കോട്ട് ഇടും, ഇത്രേ ചെയ്യുള്ളൂ. അപ്പൊ അദ്ദേഹത്തിനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പം ഏത് ഷർട്ട് ധരിക്കണം എന്ന് ചിന്തിച്ച് സമയം കളയാനുള്ള താല്പര്യമില്ല, അത് പ്രൊഡക്റ്റീവായ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ജീവിതത്തിൽ മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പാവങ്ങളെ പോലെ ജീവിക്കണം എന്നല്ല, നമ്മൾ ഉള്ളത് എണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്, ക്വാളിറ്റി കൂട്ടാനായിട്ട് ശ്രമിക്കുക. അപ്പം സോറി,
അപ്പൊ നമ്മൾ എപ്പോഴും ഒരു മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ പറയുന്ന നിരാശ ഉണ്ടാവില്ല, സന്തോഷം കൂടുകയും ചെയ്യും. രണ്ടാമത്തേതാണ് എംബ്രേസ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. ഒരു 500 രൂപയുടെ 10 ഷർട്ട് വാങ്ങിക്കുന്നതിന് പകരം 1000 രൂപയുടെ ഒരു 5 ഷർട്ട് വാങ്ങിച്ചു നോക്കൂ. അതുകൊണ്ട് 3 ഗുണങ്ങളുണ്ട്. ഒന്ന് റിലയബിലിറ്റി, ഡ്യൂറബിലിറ്റി എന്ന് പറയും, അതായത് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മൾ കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ട് ഫീൽ ചെയ്യും മറ്റുള്ളവർക്ക്, അല്ലെ, കുറച്ചും കൂടെ കൂടിയ നല്ല ബ്രാൻഡിന്റെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ. മൂന്നാമത്തെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് ഷർട്ട് ഇടണം എന്ന് ആലോചിച്ച് സമയം കളയേണ്ടി വരില്ല നമുക്ക് ഒരിക്കലും. അപ്പൊ അതാണ് എംബ്രേസ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. അത് എന്ത് കാര്യത്തിലാണെങ്കിലും, ഷർട്ടിന്റെ കാര്യം മാത്രമല്ല, ജീവിതത്തിൽ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും എപ്പോഴും ക്വാളിറ്റിക്കായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ക്വാണ്ടിറ്റി അല്ല. നമ്മൾ 3-4 സ്ഥലത്തോ ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അത്യാവശ്യം മോശമല്ലാത്ത ശമ്പളമുള്ള, നമുക്ക് കരിയറിൽ ഗ്രോത്ത് ഉള്ള 1-2 സ്ഥലത്ത് ജോലി ചെയ്യാം. ഒരു വീട് വെക്കുമ്പം നമ്മളിപ്പോ സാധാരണ കാണുന്ന അല്ലേ, നമുക്ക് ഗസ്റ്റുകൾ വരാനുണ്ട് എന്നും പറഞ്ഞ് ഒരു 2000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം റൂമൊക്കെ വെക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഉള്ള റൂമെല്ലാം ചെറുതായിരിക്കും, എണ്ണത്തിൽ കൂടുതലായിരിക്കും. എന്നോ വരാൻ പോകുന്ന ഗസ്റ്റിന് വേണ്ടി 2-3 റൂം അധികം വെക്കുന്നതിന് പകരം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന റൂം കുറച്ച് വലുത് വെക്കുക. കാറ് വാങ്ങിക്കുമ്പം വലിയ കാറ് വാങ്ങിക്കുന്നതിന് പകരം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്ന കാറ് വാങ്ങിക്കുക. ഭക്ഷണം ഉണ്ടാക്കുമ്പം അല്ലെ, എണ്ണത്തിൽ കൂടാതെ രുചിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എപ്പോഴും എംബ്രേസ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പലർക്കുമുള്ള പ്രശ്നങ്ങളാണ് പെർഫെക്ഷണലിസം തേടി പോകുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അത് പരമാവധി ഒഴിവാക്കുക. ഇഫ് സംതിങ് ഈസ് ഡൂയിങ് ഇറ്റ്സ് ജോബ്, അല്ലെ, നമുക്ക് ആവശ്യമുള്ള കാര്യം അത് ചെയ്യുമെങ്കിൽ അവിടെ നിർത്തുക. പിന്നീട് അതിനെ നന്നാക്കി സമയം കളയരുത്. നമ്മളിപ്പം ജീവിതത്തിലാണെങ്കിലും പറയുന്നത്, ഒരുപാട് പെർഫെക്ഷണലിസം കൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ഒന്നും കൂടാനായിട്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇഫ് ഗുഡ് ഇനഫ് എന്നുള്ളത് അതായിരിക്കണം നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത്. പെർഫെക്ഷണലിസം തേടി പോവാതിരിക്കുക. നാലാമത്തേതാണ് റുട്ടീൻ എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പല്ല് തേക്കാനായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ലല്ലോ. പല്ല് തേക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വാഷ്റൂമിൽ പോകുന്നത്, ഒരു ചായ കുടിക്കുന്നത്, അല്ലെ, പത്രം വായിക്കുന്നത്, ഇതൊക്കെ റുട്ടീന്റെ ഭാഗമാണ്. ഇതിനൊന്നും നമ്മൾ സമയം കളയാറില്ല. അതുപോലെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളും റുട്ടീന്റെ ഭാഗമാക്കുക. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഓരോ ദിവസവും, ഇപ്പം ഒരു എല്ലാ മൺഡേയും ഒരേപോലത്തെ ഭക്ഷണം ഉണ്ടാക്കുക. ഇപ്പൊ ഒരു കാറും സ്കൂട്ടറും ഉള്ള ഒരാളാണെങ്കിൽ എപ്പോഴാണ് കാർ ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് സ്കൂട്ടർ ഉപയോഗിക്കേണ്ടത് നേരത്തെ തീരുമാനിക്കുക. ഏത് ബസ്സിലാണ് പോവേണ്ടത്, ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ ഏത് ഷോപ്പിലാണ് പോവേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ റുട്ടീന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സമയം കളയേണ്ടി വരില്ല. അഞ്ചാമതായിട്ട് പറയുന്നതാണ് സ്റ്റിക്ക് ടു ദ ഡിസിഷൻ, അവോയ്ഡ് കമ്പാരിസൺ. അതായത് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് തീരുമാനങ്ങൾ മാറ്റാതിരിക്കുക. നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് ചിലത് ശരിയാവും, ചിലത് തെറ്റിപ്പോവും. പക്ഷെ നമ്മൾ ആ ഒരു സമയത്തുള്ള നമ്മുടെ എക്സ്പീരിയൻസും ലൈഫിൽ നിന്ന് കിട്ടിയ പാഠങ്ങളും വെച്ചിട്ടാണ് നമ്മൾ തീരുമാനം എടുത്തത്. അതിനെ നമ്മൾ പിന്നീട് ചിന്തിക്കുമ്പോൾ ചിലപ്പം അത് ശരിയായിരുന്നില്ല എന്ന് തോന്നും. പക്ഷെ അങ്ങനെ തോന്നാനുള്ള കാരണം നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടാണ്. അപ്പൊ അതിൽ നിരാശരാവാതെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അതാവുമ്പോൾ നമുക്ക് നിരാശ കുറയും. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ബി എ സാറ്റിസ്ഫൈസർ. നമ്മൾ മാക്സിമൈസർ ആവാൻ ശ്രമിക്കാതെ എപ്പോഴും ജീവിതത്തിൽ സാറ്റിസ്ഫൈസർ ആവാനായിട്ട് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ പെർഫെക്ഷണലിസം തേടി പോവാതിരിക്കുക. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാം, ആർ യു എ സാറ്റിസ്ഫൈസർ ഓർ എ മാക്സിമൈസർ? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിലും, ഷോപ്പിങ്ങിലാവാം, ഭക്ഷണം ഉണ്ടാക്കുന്നതിലാവാം, പാർട്ട്ണറെ സെലക്ട് ചെയ്തതിൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുന്നതിൽ, ഒരു കോഴ്സ് പഠിക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്നതിൽ, അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയിലും നമ്മൾ സാറ്റിസ്ഫൈസർ ആണോ മാക്സിമൈസർ ആണോ എന്ന് നോക്കുക. പരമാവധി സാറ്റിസ്ഫൈസർ ആവാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ സന്തോഷം കൂട്ടും, സമാധാനം ഉണ്ടാവും. നമുക്ക് മറ്റു കാര്യങ്ങൾക്കായിട്ട് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ സമയം മാറ്റിവെക്കാനായിട്ട് പറ്റും. ഫൈനലി നിരാശ, ഓരോ കാര്യം ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന നിരാശ നമുക്ക് പരമാവധി ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി ഇത്രയും സമയം കേട്ടിരുന്നതിന്.
ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള സമയമാണ്. ഹാൻഡിങ് ഓവർ ദ മൈക്ക് ഓവർ ടു യു. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് നിസാവ് സർ. എന്താണ് വിശേഷം? ഞാൻ നല്ല വിശേഷം. ഏതായാലും നല്ലൊരു ടോപ്പിക്, എന്നെയൊക്കെ നല്ലോണം ബാധിക്കുന്ന ഒരു ടോപ്പിക് കേട്ടോ ഇത്. കാരണം പെർഫെക്ഷനിസം അല്ല, എനിക്ക് ഏറ്റവും ഒരു കൺഫ്യൂഷൻ ഉള്ള ഏരിയ ആണ് ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഷർട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ നല്ലതൊന്നും എടുത്ത് വരില്ല. എടുത്ത് അവസാനം പുറത്തിറങ്ങി കഴിയുമ്പോൾ അടുത്ത ഷോപ്പ് അത് വാങ്ങിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ളത് അടുത്ത് വരും. എന്നിട്ട് ആ കടയിൽ കയറിയിട്ട് അത് വാങ്ങിയിട്ട് ഇത് തിരിച്ചു കൊണ്ടു കൊടുക്കും. കുറെയൊക്കെ മുമ്പ് അങ്ങനെയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വൈപ്പർ ഇത് ശരിയില്ലെങ്കിൽ ആദ്യം എടുത്ത് തന്നെ ശരിയായി. പിന്നെ അവിടെ നമുക്ക് ആ ഷർട്ട്, അങ്ങനെ ഒരുപാട് ഷർട്ടുകൾ ഞാൻ ഉപയോഗിക്കാണ്ട് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഒരു കൺഫ്യൂഷൻ ഉണ്ടായ ഡ്രസ് മേഖല തന്നെയാണ്. ഷർട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവൂല എന്ന്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ചെറിയ പെരുന്നാളിൽ ഞാനൊരു 7-8 കടയിൽ ഒരു ഷർട്ട് എടുക്കാൻ കയറിയിട്ടുണ്ട്. അവസാനം ഞാൻ ആദ്യ കടയിൽ ഏതാണോ കണ്ടത് അതെടുത്ത് തിരിച്ചു പോന്നു എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് ചോയ്സസ് ഇതേപോലെയാണ്. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം. പക്ഷെ ഉള്ളത് കൊണ്ട് അവസാനം കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതിലാണ് അവസാനം ഞാനൊക്കെ പോവാറ്. ഇനി ഇതങ്ങോട്ട് ഇടുക, എന്നിട്ട് ഒരു തവണ അടുത്ത് ഇട്ടിട്ട് പിന്നെ അടുത്തതിലേക്ക് എത്തുമ്പോൾ ഇതേ പ്രശ്നം പിന്നെയും അവിടെ വരും. ഓക്കെ, ഏതായാലും നല്ലൊരു ടോപ്പിക് ആയിരുന്നു. കാരണം ഈ ഒരു വിഷയം നമുക്ക് ഡ്രസ്സിലേക്ക് മാത്രമല്ല നമ്മുടെ ജീവിത ശൈലിയിലേക്കും നമ്മുടെ ഫ്യൂച്ചറിലേക്കും എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരു സെഷൻ ആയിരുന്നു. വളരെയധികം എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ ഒരു ഉപകാരം. ഞാൻ ഒരുപാട് ചിന്തിച്ച് എന്റെ ലൈഫിലെ സ്റ്റൈലിൽ ഒരുപാട് കുറഞ്ഞ സമയങ്ങൾ കൊണ്ടാണെങ്കിൽ ഞാൻ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയേ. കാരണം നമ്മൾ ഓരോ സമയത്ത് സെലക്ട് ചെയ്തിട്ടുള്ള കാര്യമൊക്കെ ശരിയായിരുന്നു, ഇപ്പൊ അത് എത്രത്തോളം നമുക്കത് ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊക്കെ എത്ര ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഈ ഒരൊറ്റ സെഷൻ കൊണ്ട് മനസ്സിലായി. ഓക്കെ, താങ്ക് യു. താങ്ക് യു നിസാവ് സർ. എന്തായാലും ഇനി ഷർട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എണ്ണത്തിലല്ല കാര്യം എന്ന് മനസ്സിലാക്കുക. അതിപ്പോ എന്താണെങ്കിലും ഉള്ളത് നന്നാക്കാൻ ശ്രമിക്കുക, കിട്ടിയത് ബെസ്റ്റ് ആക്കുക. ബെറ്റർ അന്വേഷിച്ച് നടക്കുന്നത് പകരം ഉള്ളതിനെ ബെസ്റ്റ് ആക്കാൻ ശ്രമിക്കുക. താങ്ക് യു. Rauf sir. ഗുഡ് മോർണിംഗ് സൂസൻ Good മാം. morning, good morning. What an energizing class. താങ്ക് യു. ആക്ച്വലി നമ്മളെ ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിമുട്ട് ഡിസിഷന് വരുന്ന ഒരു സ്ഥലം എവിടാന്നറിയാവോ? നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒത്തിരി സ്പ്രെഡ് ഉള്ളപ്പം ഭക്ഷണം അങ്ങ് ഡെസേർട്ട് തന്നെ ഒത്തിരി, അല്ലാതെ സാലഡ്സ് ഒത്തിരി, പിന്നെ ബാക്കിയുള്ള ഡിഷസ് എല്ലാം ചോയ്സസ് അങ്ങനെ കിടക്കുവാണ്. സോ വെൻ യു ലുക്ക് ആറ്റ് ഇറ്റ് യു ഫൈൻഡ് ഇറ്റ് സോ ഡിഫിക്കൽട്ട് ടു ചൂസ് വിച്ച് വൺ യു വാണ്ട്. എല്ലാം പല പല സാധനങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ ഇതെല്ലാം കൂടെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഒന്ന് ചുറ്റി നടന്ന് ഏറ്റവും ഇഷ്ടമുള്ളത് മാത്രം സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് അതെടുക്കും ഇതെടുക്കും മറ്റേതെടുക്കും, പക്ഷെ ഇതൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. കാരണം നമുക്ക് ആ വേണ്ടിയത് മാത്രം കഴിച്ചിരുന്നെങ്കിൽ വയറിനും നല്ലതായിരുന്നു, നമ്മുടെ മനസ്സിനും നല്ലതായിരുന്നു. ഈ സെയിം സംഭവമാണ് നമ്മൾ ബഫേക്കൊക്കെ പോകുമ്പോൾ. അലക്കാട്ട് ഓർഡർ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ, പക്ഷെ അതിന് വരെ നമ്മൾ ബഫേക്ക് പോയിട്ട് ചെന്ന് നോക്കുമ്പോൾ തന്നെ എന്തെല്ലാം ചോയ്സ് ആയിരിക്കുന്നത്. സോ ദെൻ ഇറ്റ് ജസ്റ്റ് ബിക്കം സോ ഡിഫിക്കൽട്ട്. അപ്പം ഒത്തിരി ചോയ്സ് ഉള്ളത് ഐ ഓൾസോ ഡോണ്ട് ലൈക്ക് ഇറ്റ്. കാരണം വേണ്ടിയത് മാത്രം നമുക്ക് വേണ്ടിയത് മാത്രം സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഐ എം സാറ്റിസ്ഫൈഡ് സർ. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈഫ് ഈസ് സോ മച്ച് സിംപ്ലർ ദെൻ. വേണ്ടിയത് മാത്രം അങ്ങ് സെലക്ട് ചെയ്താൽ ഇറ്റ് ബിക്കംസ് യു ആർ ഓൾസോ ഹാപ്പിയർ. പിന്നെ കൂടുതൽ ചിന്തിക്കാതിരിക്കും. പക്ഷെ നമുക്കിത് പൊതുവെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒത്തിരി സെലക്ഷൻ ഉള്ളപ്പോഴത്തേനും മനുഷ്യർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇറ്റ് ടേക്സ് ദ പീസ് ഓഫ് മൈൻഡ്. നേരത്തെ സർ പറഞ്ഞ പോലെ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് അയ്യോ അതല്ലായിരുന്നു മറ്റേതായിരുന്നു നല്ലത് എന്നുള്ള ഒരു ചിന്ത. അല്ലെ വീട്ടിൽ വരുമ്പോൾ ആരെങ്കിലും കമന്റ് പറഞ്ഞാൽ മതി. ഇപ്പം നിസാബ് സർ പറഞ്ഞ വീട്ടിലുള്ളവരാരെങ്കിലും ഒരു കമന്റ് പറഞ്ഞു അയ്യോ ശരിയാ അതെടുക്കണ്ടായിരുന്നു. അപ്പൊ എനിവേ വെരി ഗുഡ് ടോപ്പിക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. മാം പറഞ്ഞ പോലെ ഈ ബഫേക്ക് പോയി കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കും. നമ്മൾ വിചാരിക്കും ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു $20-25 ഒരു ബഫേ കിട്ടും. നമ്മൾ അല്ലാതെ പോയി കഴിച്ചാലും അത്ര തന്നെ ആവും. പക്ഷെ ഈ $25 കിട്ടുന്നതിനകത്ത് 3-4 ഉണ്ടാവുള്ളൂ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം നമ്മൾ പോയി കഴിച്ചു, കുറെ എണ്ണം കഴിച്ചു എന്നല്ലാതെ നമുക്കൊരു സന്തോഷത്തിൽ കഴിച്ച എണ്ണം ഫുഡിന്റെ ഐറ്റം വളരെ കുറവായിരിക്കും. അവരുടെ ബൊഫയുടെ ഒരു അറേഞ്ച്മെന്റും അങ്ങനെ തന്നെ, വില കൂടിയതും കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതേ പൈസക്ക് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള 3-4 അല്ലാതെ ഓർഡർ ചെയ്യാൻ പറ്റും.
താങ്ക് യു സൂസൻ മാം. ഗുഡ് മോർണിംഗ് രാവ് സർ. ഗുഡ് മോർണിംഗ് ജേക്കബ് സർ. എന്താണ് വിശേഷം? നല്ല വിശേഷം, സുഖം. താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ ഞാൻ ഈ ഒരു ചോയ്സിന്റെ ഒരു വിഷയം കേൾക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഓക്കെ. ആക്ച്വലി മാക്സിമൈസർ അല്ല, ഒരു സാറ്റിസ്ഫയർ ആണെങ്കിൽ പോലും ലൈഫിൽ മറ്റ് ചില കാര്യങ്ങളിൽ ചോയ്സിന്റെ പുറത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ആവാറുണ്ട്. തീർച്ചയായും ഡ്രസ്സ് അതെ. എടുക്കുന്ന കാര്യം പോലൊക്കെ വരുമ്പം ഞാൻ എപ്പോഴും ഒരാളെ കൂടെ കൊണ്ടുപോകും. കാരണം ഞാൻ നോക്കിയെടുക്കാനാണെങ്കിൽ പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു 2-3 ഇട്ട് നോക്കി കൂടെ കൊണ്ടുപോകുന്ന ആളാ ഇത് മതിയെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും കൂടുതൽ ചിന്തിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ ട്രയൽ റൂമിൽ കയറി ഇറങ്ങൽ തന്നെയായിരിക്കും. ബട്ട് ചില മറ്റ് ചോയ്സുകൾ വരുമ്പം ടൈം എടുക്കും. അത് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു സാറ്. വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സാറ് ഉൾക്കൊണ്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഡ്രസ് എടുക്കുന്നത് എനിക്ക് സാധാരണ സംഭവിക്കുന്നത്, ഞാൻ കുറേ എണ്ണം നോക്കിയാൽ അവസാനം ബ്ലൂവിൽ ചെന്ന് അവസാനിക്കും. എനിക്ക് 7-8 ബ്ലൂ ഷർട്ട് ഉണ്ട്. ഞാൻ നേരെ തിരിച്ച് ബ്ലാക്ക് ആണ്. എനിക്കും ബ്ലൂവിന്റെ ഒരു പാരഡോക്സിൽ കിടക്കുന്ന ഒരാളാണ് ഞാൻ. പല ഷെയ്ഡ്സ് ഓഫ് ബ്ലൂവിലാണ്. അതെന്തുകൊണ്ടായിരിക്കും? നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാത്തത് കൊണ്ടാണോ? നമുക്ക് അല്ല, ഇഷ്ടപ്പെട്ട ഇന്ന തന്നെ വേണം. ചിലപ്പോ ഇഷ്ടപ്പെട്ടത് നമ്മള് ശ്രദ്ധിക്കുമ്പോ ആ കളർ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണോ? അതറിയില്ല. ഫേവറേറ്റ് കളർ അവിടെ കണ്ണ് നിക്കത്തുള്ളൂ, വേറൊന്നും ചേരത്തില്ല എന്നുള്ളൊരു തോന്നല് ആവാം. ബ്ലൂ ഇനിയിപ്പോ കളർ മാറിയാലും എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഉണ്ടാവും ബ്ലൂവിന്റെ, ഒരു സ്ട്രൈപ്പോ ബ്ലൂ ഷെയ്ഡ് ഇട്ടപ്പോ ആരെങ്കിലും നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാവാം. അങ്ങനാണെങ്കിൽ എന്നെ ഒന്നും പറയണ ആൾക്കാര്. ഏതാ? ബ്ലാക്ക് ആണല്ലോ സാറ് കൂടുതൽ ബ്ലാക്ക്. ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് രണ്ടും. പക്ഷെ ഈ പറയുന്ന ഓറഞ്ച് അങ്ങോട്ടൊന്നും പോവില്ല, വേറെ കളറുകളിലേക്കാണ്. ഒരു റെഡ് ആയിരുന്നു ഞാൻ സ്ഥിരം പിടിച്ചിരുന്നത്, പക്ഷെ ഇപ്പൊ ഞാൻ റെഡൊക്കെ മാറ്റി. റാവു സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അൻസർ സർ. നല്ല അടിപൊളി ടോപ്പിക് ആയിരുന്നു, നല്ല വെറൈറ്റി ഉണ്ട്, നല്ല റയർ ടോപ്പിക്. ശരിക്കും എല്ലാവർക്കും കൺഫ്യൂസ് വരുന്ന കാര്യമുണ്ട് ഇത്. ഈ ലേഡീസ് തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് കൂടുതലും ചോദിക്കുന്നത് ഇതാണ്, നല്ല കളക്ഷനുള്ള ഒരുപാട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുക ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ. അപ്പൊ നമ്മൾക്കുള്ള ഫസ്റ്റ് ടാസ്ക് അതാണ്. അപ്പൊ ഞാനൊക്കെ എനിക്ക് ഷർട്ട് എടുക്കണത് ഞാൻ വൈഫിനെ ഏൽപ്പിക്കാറില്ല, നമ്മൾ തന്നെ പോയിട്ട് ഒരെണ്ണം എടുക്കലാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കൂടുതലും സാറ്റിസ്ഫൈസർ ആണ് കേട്ടോ. അധികം ഒന്നും വല്ലാണ്ട് ഇതാക്കാറില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് പ്രോഗ്രാമിന് പോണ ആ സമയത്ത് ഒരു കളർ അവർ പറയുമ്പോൾ അത് ഓടിപ്പോയിട്ട് ഏതെങ്കിലും 1-2-3 നോക്കുക, ആദ്യം പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കുക. എന്റെ ഡ്രസ്സ് എടുക്കലൊക്കെ പെട്ടെന്ന് കഴിയും. ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതിന്റെ തലേ ദിവസമൊക്കെ ആയിരിക്കും ഞാൻ പോയിട്ട് എനിക്കുള്ളത് എടുത്ത് വരുന്നത്. പക്ഷെ ലേഡീസിന് ഫാമിലിനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഭയങ്കര പ്രോബ്ലമാണ്. 1-2-3 കടയിലൊക്കെ കൊണ്ടുപോയാലും ചിലപ്പോ ഒന്നും സെറ്റായിന്ന് വരില്ല. അവർക്ക് ഭയങ്കര പ്രോബ്ലമാണ് ആ കാര്യത്തില്. അതിപ്പോഴാണ് മനസ്സിലാവുന്നത്, ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കൊക്കെ കൂടുതൽ പ്രശ്നമാണെന്നുള്ളത് ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. അതെനിക്ക് തോന്നുന്നു ലേഡീസിന് പിന്നെ ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തതാണെന്ന് തോന്നുന്നു. ഒരു 10 കട മിനിമം ഞാന് കളിയാക്കല്ല, കുറ്റം പറയല്ല. അല്ല, ശരിക്കും ഉണ്ട് അങ്ങനെയാണ്. പ്രത്യേകിച്ച് കല്യാണക്കാരുടെ ഡ്രസ്സ് എടുക്കാൻ പോണ സമയത്താണെങ്കിൽ ഭയങ്കര പാടാ. ഇവരെയും കൊണ്ട് പോയിട്ട് ഇവർക്ക് എത്ര കടകൾ കയറി ഇറങ്ങിയാലും മതിയാവൂല. അതൊരു അനുഗ്രഹമാണോ എന്നറിഞ്ഞില്ല. കാരണം അത് നമ്മുടെ മനസ്സമാധാനം പോകും, കൂടെ ഉള്ളവരുടെയും മനസ്സമാധാനം പോകും, സമയവും പോകും. ഞാനതിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. നിങ്ങൾ ഡ്രസ് എടുത്ത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. രാവിലെ പോയാൽ വൈകുന്നേരം പോയാൽ മതി. അതെ, കല്യാണക്കാരെ ഡ്രസ് എടുക്കാൻ പോയാൽ അങ്ങനെ തന്നെയാ. രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പോയാൽ മതി. അവരിങ്ങനെ മാറി മാറി ഇങ്ങനെ ഓട്ടോ വിളിച്ചെല്ലുമ്പോ. അതെ നമ്മള് കടയിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാം, ഇങ്ങനെ ആണുങ്ങൾ ഭർത്താക്കന്മാരായിരിക്കാം, അവരിങ്ങനെ ഫോണും കൊണ്ട് അവിടെ ഒരിടത്തിരിക്കുന്ന കാണാം.
ആ, അതെ 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 സത്യം. ബാഗും പിടിച്ചിട്ടാണോ? ബാഗ് പിടിച്ചിട്ട് ഇരിക്കുന്നതാണോ? യെസ്. ആ അല്ലെ ആ, അതെ അല്ലെങ്കിൽ ഇനി അതും ചില അല്ലെങ്കിൽ പാവങ്ങള് മക്കളെ ലേഡീസ് വേഗം പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളെ പിടിച്ചിട്ടുണ്ടാവും. അതെ. ഇപ്പൊ അതെ. അടുത്ത് ഞാൻ കണ്ടിട്ടൊരു വീഡിയോ മറിമായത്തില്. അപ്പൊ ഒരാള് പുറത്തു നിന്ന് എന്ന് വന്നതാ, ഞാൻ മെയ്യാന്ന് വന്നതാ. എന്നാ സമാധാനായി, ഞാനിപ്പൊ വന്നിട്ടുള്ളൂ, നമുക്ക് കൂടെ ഒരാളുണ്ടാവുമല്ലോ. മറിമായത്തിന്റെ റിയൽ സംഭവങ്ങളായിട്ടാണല്ലോ വരാറ് അവര്. ലേഡീസ് ഒന്ന് അവര് ചിരിക്കുന്നതിന് മിക്കത് റിയൽ മാത്രമാണ്. എടുത്ത് കാണിക്കാറുണ്ട്. അല്ല, എല്ലാ ലേഡീസിനെ അടച്ച് ആക്ഷേപിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയുണ്ട്. എനിവേ നല്ല ക്ലാസ് ഇല്ല. ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു അൻസാർ സാർ. എനിക്ക് ഏതായാലും ഇത് തോന്നുന്നേ ഞാൻ കേട്ടിട്ട് ലേഡീസ് നാളെ കുറയരുതിട്ടോ. പാർട്ടിസിപ്പന്റ് ഏറ്റവും കൂടുതൽ ഇവിടെ ലേഡീസ് ആണ്. ജെന്റ്സുകൾ ഞങ്ങൾ വരാണ്ടിരുന്നോളാം, എന്നാലും വേണ്ടി. ചാൻസ് ഓക്കെ കിട്ടാൻ നടത്തും. ഹലോ സാർ. ഹലോ നല്ല റീന മാം, ഗുഡ് ഹലോ, മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു. കാര്യം ഇത് നമ്മൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇത്രയും ടഫായിരുന്നത് ഇപ്പോഴാണ് പിടികിട്ടുന്നത്. ഈ ഓരോന്ന് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും സാർ നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഇപ്പോഴാണ് അതിന്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഞാനൊരു സാറ്റിസ്ഫയർ ആണ്. ഒരുപാട് സെലക്ട് ചെയ്യാൻ പോവില്ല. എനിക്കിഷ്ട കളർ എന്ന് വെച്ചത് റെഡാണ്. ആ റെഡുമായിട്ട് എവിടെ ലൈറ്റ് ആയാലും ഡാർക്ക് ആയാലും അതൊന്ന് സെലക്ട് ചെയ്തെടുക്കാൻ ഞാൻ ശ്രമിക്കും. പക്ഷെ ഇതിന്റെ ഇപ്പോഴും ഇത് ഡിസ്ക്രൈബ് ചെയ്തപ്പോഴാണ് പിടികിട്ടുന്നത് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് സെലക്ട് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു സാർ. നല്ല താങ്ക് യു മാം. വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ആ ഗുഡ് മോർണിംഗ് റാവ് സാർ. ഗുഡ് മോർണിംഗ്. സാർ നല്ല ടോപ്പിക് ആയിരുന്നു. പിന്നെ ഞാനിത് പറയുമ്പോഴേ ഹസ്ബൻഡ് എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ നമ്മള് ടൗണിൽ തന്നെ ഒരുപാട് കല്യാണം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ഷോറൂമിലൊക്കെ നമ്മൾ പോവാറുണ്ട്. പക്ഷെ ഹസ്ബൻഡിന്റെ നാട്ടിലെത്തിയപ്പോ ഹസ്ബൻഡ് എപ്പോഴും വലിയ ഷോറൂമിലല്ല പോവുക, ഒരു ആവറേജ് എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള സ്ഥലത്താണ് പോവുക. അപ്പൊ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇതെന്തത് ഈ ഷോറൂമിൽ പോയി കൂടെ എന്നൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിക്കും. അപ്പൊ അവിടെയൊക്കെ പോയാൽ കുറെ സമയം എടുക്കും, പിന്നെ കുറെ ഉണ്ടായിട്ട് എന്താ കാര്യം, നല്ലത് നോക്കി എടുത്താ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേ. ഇപ്പൊ അതിന്റെ ഇത് മനസ്സിലാവുന്നുണ്ട് കാര്യം. അതെ അതെ എന്തായാലും വളരെ ക്ലാസ് ആയിരുന്നു. അതെ. എപ്പോഴും നമ്മൾ 1-2 ഷോപ്പ് സെലക്ട് ചെയ്ത് വെക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടതുള്ളത്. എപ്പോഴും അവിടെ തന്നെ പോവുക. പുതിയ പുതിയ ചോയ്സ് വരുന്തോറും നമുക്ക് അതിനുള്ള സമയം കൂടും. ഇപ്പം ഞാനിപ്പോ നേരത്തെ നിസാം സാർ പറഞ്ഞ പോലെ വീട്ടിലെത്തിയാല് തിരിച്ച് ആരെങ്കിലും ഒരു കമന്റ് പറയുമ്പോഴേക്ക് നമുക്ക് അയ്യേ വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരും. ഞാനിപ്പോ ഡ്രസ് എടുക്കാനായിട്ട് അധികം ടൈം കളയാറില്ല. എന്റെ 2-3 ഫ്രണ്ട്സിന് പൊട്ടിക്കുണ്ട്, ഓൺലൈൻ പൊട്ടിക്കുണ്ട്. നമ്മളുടെ അർച്ചന മാമും ഉണ്ട് അതില്. അപ്പൊ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കാണുമ്പോ ഞാനപ്പോ അതെടുക്കും. അങ്ങനെ എടുക്കുക. അല്ലാണ്ട് ഡ്രസ്സിനായിട്ട് എടുക്കാൻ പോയി കുറെ ടൈം ഒന്നും കളയില്ല. എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് കാണുമ്പോ അപ്പൊ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ എടുക്കും. അങ്ങനെ. താങ്ക് യു സജന മാം. റൗസർ എന്ന് എല്ലാവർക്കും ഒരു അസൈൻമെന്റ് തന്നേക്കുന്നത്. ഹൗ ടു ജംപ് ഫ്രം മാക്സിമൈസർ ടു സാറ്റിസ്ഫയർ അല്ലേ? സാറ്റിസ്ഫൈസർ. സാറ്റിസ്ഫൈസർ. ജീവിതത്തിൽ സന്തോഷം കൂടാനായിട്ട് നിരാശ കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. പിന്നീട് ഒരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ലല്ലോ. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സമയം കളയേണ്ടതും ഇല്ല. ഇപ്പൊ കഴിഞ്ഞ മുമ്പൊരു ക്ലാസ്സിൽ ഒരു സാറ് പറഞ്ഞിരുന്നതാണ്, നമ്മള് ജീവിതത്തിന്റെ ഒരു നിലവാരം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രത്തോളം വരുമാനം കൂടിയാലും നമ്മളെ സന്തോഷം അതിനാനുപാതികമായിട്ട് കൂടില്ല. ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ അത് കുറയാനും തുടങ്ങും. അപ്പം ഒരു ലക്ഷറി ലൈഫ് കൊണ്ട് നമ്മൾ കൂടുതൽ സന്തോഷവാരാവും എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് സത്യമല്ല. ഒരു ആവറേജ് ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. രണ്ടാമത്തത്, ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കറിയില്ലല്ലോ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാന്ന്. നമ്മുടെ ബിസിനസ് മോശമാവേ, വരുമാനം കുറയേ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും വി ക്യാൻ സംഹൗ മാനേജ്. അതല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഓൾവേസ് ട്രൈ ടു ബി മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ, ആവറേജ് ലൈഫ് സ്റ്റൈൽ.
ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. എന്നും ഓണം വേണമെന്നല്ല. ഇടയ്ക്കൊക്കെ ഒരു വിഷു ആവാം, ഇപ്പോൾ പടക്കം പൊട്ടിക്കുക. അല്ല, അത് വല്ലപ്പോഴൊക്കെ ആവും, എപ്പോഴും വേണ്ടെന്നല്ല. സാറ് പറഞ്ഞപ്പോഴാണ് കാര്യം, പണ്ടത്തെ പോലെ നമ്മൊരു പെരുന്നാള്, ഓണം, അങ്ങനത്തെ ഒരു ആഘോഷങ്ങളൊന്നും ഇല്ല ഇപ്പൊ. പക്ഷെ ആ ഒരു സന്തോഷം വരുന്നില്ല ഫുഡ് കഴിക്കുന്ന സമയത്തൊന്നും. എല്ലാ ദിവസവും നമ്മൾ ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് സദ്യ കഴിക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷങ്ങളൊന്നും ഇല്ല. നെയ്ച്ചോറൊക്കെ പണ്ട് നമ്മൾ പെരുന്നാൾക്ക് മാത്രമാണ് ശരിക്കും കഴിച്ചിരുന്നത്, നെയ്ച്ചോറ് ചിക്കനൊക്കെ കഴിച്ചിരുന്നത്. ഇന്നിപ്പോ നമ്മ എല്ലാ ദിവസവും ഈ വെറുംചോറ് കഴിക്കണത് തന്നെ വളരെ അപൂർവം തോന്നുന്നുണ്ട്. എനിക്കത് സാറ് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട്. എൻ്റെ ഫാദർ ഗൾഫിലായിരുന്നു കുറെ കാലം. അപ്പൊ അന്ന് എങ്ങനെ അവര് ഡ്രസ്സ് കൊണ്ടുവരും എല്ലാവർക്കും. അതെങ്ങനെ വെച്ചാല് ഒരു തുണിയുടെ ഒരു റീല കൊണ്ടുവരിക. ഒരു 10 പേരൊക്കെ പറ്റും അത്. അപ്പൊ നമ്മള് ഇപ്പം ഈ ആരെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് വന്ന് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കസിൻസ് എല്ലാവരും ഒരേ പാന്റും ഒരേ ഷർട്ടും ആയിരിക്കും. പക്ഷെ അന്ന് അത് സന്തോഷമാണ്. അന്ന് നമുക്ക് അത്ര അത് മതി. അന്ന് അത്രേ ഉള്ളൂ, നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓപ്ഷൻസ് കുറവായിരുന്നു, ഉള്ളത് കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇന്ന് നമുക്ക് ജീവിത നിലവാരം കൂടിയപ്പം ഓപ്ഷൻസ് കൂടി. അന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇപ്പൊ കിട്ടുന്നില്ല. അന്ന് ആ ഗൾഫിൽ നിന്ന് കിട്ടിയിരുന്ന ഷർട്ട് ധരിച്ചിരുന്ന സന്തോഷം ഇന്ന് നമ്മളിപ്പോ ഒരു LPയുടെയോ അല്ലെങ്കിൽ അലയൻസ് സോളിയുടെ ഒക്കെ ഷർട്ട് ധരിച്ചാൽ കിട്ടുന്നില്ല. അതാണ് വ്യത്യാസം. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ഫവാസ് സാറെ കുറെ നാളായി കണ്ടിട്ട്. സാർ എന്തൊക്കെയോ പ്രതീക്ഷ വന്നതാണല്ലേ? ഗുഡ് മോർണിംഗ് സാർ. ക്ലാസ് കേട്ടു, അടിപൊളി. ഞാൻ എല്ലാവരും കേൾക്കാൻ നല്ല ടോപ്പിക്, എന്താ പറയാ, അടിപൊളി. ഏറ്റവും സിമ്പിൾ ടോപ്പിക് പക്ഷെ പവർഫുൾ എന്ന് പറഞ്ഞ പോലെ. ജാവ സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ ആണ്. അതാണ് എനിക്ക് ക്ലാസ് കുറിച്ച് പറയാനുള്ളത്. ഇത്രയും നല്ല, എന്താ പറയാ, സ്യൂട്ടായിട്ടുള്ള സെലക്ഷൻ പോലെ തന്നെ ഇന്നത്തെ ടോപ്പിക് സെലക്ഷൻ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവുന്നില്ല. അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, ലൈഫിൽ ടച്ച് ആയിട്ടുള്ള ഒരു ടോപ്പിക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫവാസ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ആതിര മാം. രാവിലെ തന്നെ തിങ്ക് ചെയ്യാനായിട്ട് ഒരു ടോപ്പിക് കിട്ടി. രാവിലെ എന്താണ്, നമ്മളൊന്നും ഇല്ലാതെ രാവിലെ ഇങ്ങനെ മൈൻഡ് ഫ്രഷ് ആയിട്ട് ഇരിക്കുവാണല്ലോ, അപ്പോഴാണ് ഒരു ഫ്രഷ് ആയിട്ട് ഒരു ടോപ്പിക് കിട്ടി. അപ്പം സാറ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് തന്നെ. പിന്നെ ഞാനൊരു സാറ്റിസ്ഫൈസർ ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. ഞാൻ ഷോപ്പിൽ പോകുന്നതിന് മുന്നേ കളറും പാറ്റേണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ കാണും. അപ്പൊ ഞാനത് ഉണ്ടെങ്കിൽ അതെടുക്കും, അല്ലെങ്കിൽ ഞാനത് വിട്ടേക്കും. അങ്ങനെയുള്ള ഒരാളാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഒന്നുമില്ല. പിന്നെ എടുക്കുന്നതെല്ലാം ഏറ്റവും എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ളതെന്നുള്ള വിശ്വസിക്കുന്നതായതുകൊണ്ട് അങ്ങനെയും പ്രശ്നമില്ല. എന്നാലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ ആയാലും ഫാമിലിയുടെ ആയാലും കൂടെ പോകുമ്പോൾ എനിക്ക് ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇവർ ഈ ട്രയൽ റൂമിൽ കയറി ഇറങ്ങുമ്പോൾ മിക്കവാറും ബലിയാടാവുന്നത് ഞാനാണ്. പുറത്തിരുന്ന് ഓക്കെയാണോ ചിലപ്പോ ഒക്കെ എനിക്ക് മടുപ്പ് വരും. എന്നാലും ഞാൻ പറയും നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്മളും ഹാപ്പി ആണല്ലോ നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകുമ്പോൾ. അപ്പൊ ഇനി അവരെ കൂടി കൺവിൻസ് ചെയ്യാൻ എനിക്കൊരു ടോപ്പിക് കിട്ടി. ടൈം വേസ്റ്റ് ആക്കുന്നതും സാറ്റിസ്ഫാക്ഷനും എല്ലാം. അപ്പൊ നല്ലൊരു ടോപ്പിക് രാവിലെ തന്നു. താങ്ക് യു. താങ്ക് യു ആതിര മാം. വൈൻഡപ്പ് ചെയ്യാല്ലേ സജന മാം? എൻ്റെ അടുത്ത് ഒരാൾ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ക്ലാസ് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അയച്ച സുഹൃത്തിന് താങ്ക് യു. ഇവിടെ വന്ന് പറയാനുള്ള മടിയാണോ അറിയില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്താ പറയാൻ വൈകിയതെന്ന് പറഞ്ഞാല്, ഞാനൊരു 5 മിനിറ്റ് ലേറ്റ് ആയി പോയിരുന്നു. കാരണം നിന്നെ പറ്റിച്ചു, ഞാൻ നേരെ വൈകിപ്പോയി. അതാണ് എവിടെയും ഗുഡ് മോർണിംഗ് കണ്ടില്ല. ഇന്നലെ കുറച്ച് മോളെടുത്ത ഹോസ്റ്റലൊക്കെ പോയി യാത്രയൊക്കെ ചെയ്ത് വന്നതുകൊണ്ടോന്ന് അറിയില്ല, ക്ഷീണായിപ്പോയി. അലാറം വെക്കാതെ 4:50 എഴുന്നേൽക്കുന്നതാണ്.
പക്ഷെ ഇന്ന് സീന വൈകിപ്പോയി. മാമിന് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയേക്കാൾ തിരക്കാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് പക്ഷെ അത് മൊത്തം ക്ലാസ് ഒക്കെ അങ്ങനെയുള്ള കുറച്ച് മിസ്സായി പോയി. പക്ഷെ നല്ല ടോപ്പിക് ഞാൻ കേട്ടത് മുതൽ സൂപ്പർ. നമ്മളൊക്കെ എഫക്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും, ഒരു ഡ്രസ്സിങ് മാത്രമല്ല, എവിടെയും നമുക്ക് സെലക്ഷൻ ആണല്ലോ. നമ്മുടെ അതെ. ലൈഫ് തന്നെ പറയുമ്പോൾ പലപ്പോഴും എല്ലാം എന്താണ്, ഒരുപാട് ചോയ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോഴതില് അത് എത്രത്തോളം എന്താണ് വളരെ നമ്മൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യരുതെന്നും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് നല്ല മനസ്സിലാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ ടോപ്പിക്. പക്ഷെ അത് ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട തന്നെയാണ് ലൈഫിൽ. വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. സൂപ്പറായിരുന്നു. ഉഷാറായിട്ട് ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പോവട്ടെ. ഓക്കെ, താങ്ക് യു സീന മാം. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഇനിയിപ്പോ നാളെ നാളെ ഞാനാണ്, ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ളത് മാമിന്റെ ക്ലാസ് ആണല്ലോ നാളെ. അതെ നാളെ. അതെ. അതാണ് ഞാനിപ്പോ അത് ചിന്തിക്കാറ്. അവസാനം ഇന്ന് നല്ല ടോപ്പിക്കൊക്കെ ആണല്ലോ, ഇനിയിപ്പോ ഞാൻ നാളെ എന്താണാവോന്ന് ഇങ്ങനെ ചിന്തിക്കാണ്. ഏതായാലും പെട്ടെന്ന് അറിയിക്കാം. നാളെ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട പൊളിക്കും. കാര്യമൊന്നുമില്ല. ഏ അതെ, നാളെ പൊളിക്കും. നാളെ നമ്മൾ പൊളിക്കും. ആണ് നിസാം സാർ അല്ലേ? സീന മാമിന്റെ ബുക്ക് റിവ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എന്താ നമുക്ക് നോക്കാം. സജ്ന മാമിന് സൗണ്ട് ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയല്ലോ കൂടുതൽ അല്ലേ? ബിസിയൊക്കെ കഴിഞ്ഞു എല്ലാരും. നിസാവ് സാറും വന്നു. നിസാവ് സാർ വരുന്ന തുടങ്ങിയ ക്ലാസ് എടുത്തില്ല. അതും ഒരു പ്ലസ് ഞാൻ ആയി എന്റെ മോർണിംഗ് സർക്കിൾ. ഡ്യൂട്ടി ഒക്കെ ഒന്ന് മാറി. ഡ്യൂട്ടി മാറി നൈറ്റായി. അപ്പൊ ആ ആ നൈറ്റ് അത് സമയത്ത് ഞാൻ നന്നായി. ഡ്യൂട്ടി തീരാനുള്ള സമയങ്ങളിലാണ് ഉള്ളത്. ആദ്യം ആ ഇവിടുത്തെ 4 മണിക്കാകുമ്പോഴാണ് അവിടെ ക്ലാസ് തുടങ്ങുക. അപ്പൊ ആ സമയത്ത് അത് എനിക്ക് ശരി. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായി. അതുകൊണ്ടാ കയറാൻ ആ പറ്റാഞ്ഞത്. ഇപ്പൊ ആ അതെ, കിട്ടുന്നുണ്ട്. അതേതായാലും നന്നായി. മോർണിംഗ് സർക്കിളിന് ഒരു മുതൽക്കൂട്ടായി സാറിന്റെ ആ ഒരു പ്രസൻസ്. അതെ, കുറെയൊക്കെ താങ്ക് യു. എന്താ പറയാ, സൈക്കോളജി ശാസ്ത്രീയമായിട്ടുള്ള കുറെ ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് സാറിന്റെ അടുത്ത് നിന്ന് കിട്ടും. അതെ. ഒരു ലൈഫ് എക്സ്പീരിയൻസിന് പുറമെ. ആ അതെ. നമുക്ക് ന്യൂ ഇയറിന് കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ടോ നിസാവ് സാറ്. ആ ഉം. ന്യൂ ഇയർ മുതലുള്ള ഇത് നിസാവ് സാറ് മുതലാണല്ലേ? സ്ഥിരമായി തുടങ്ങി. തോന്നുന്നു. ആ ഉം. ഏതായാലും അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ. നാളെ എന്താ ബുദ്ധിമുട്ട് വരൂലായിരിക്കും. ഏ മാറൂലായിരിക്കില്ലേ ഡ്യൂട്ടി? ഡ്യൂട്ടിന് മാറില്ല. അങ്ങനെ തന്നെ അല്ലേ? പോകും. ഓ ഓക്കെ. ഉം. ഓക്കേ. ഏതായാലും നമ്മൾ ക്ലാസ്മേറ്റ് ആയതിനു ശേഷമുള്ള ഫസ്റ്റ് ക്ലാസ് ആണല്ലേ റവ് സാറേ? അതെ അതെ, ക്ലാസ്മേറ്റ് ആയതിനു ശേഷമുള്ള ഫസ്റ്റ് ക്ലാസ് ആണ്. സന്തോഷം. ഏതായാലും സൂപ്പർ ആക്കിയിട്ടുണ്ട് ക്ലാസ്മേറ്റ്. വൺസ് താങ്ക് അഗെയിൻ യു. നിങ്ങളുടെ കൺഗ്രാറ്റുലേഷൻസ്. കഴിഞ്ഞോ? ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല. നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 23rd തുടങ്ങിയാലോ അല്ലെ? എങ്ങനെ? 22nd മുഴുവനായിട്ടില്ല. 23rd തുടങ്ങി, പക്ഷെ നമ്മുടെ ആ കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും. അതെ, തീരാൻ പോകുന്നതിന്റെ 22nd അല്ലേ സങ്കടത്തിലാണ്. നിങ്ങൾ വെച്ച്? ആ 22. ഇത്രയും മോർണിംഗ് സെഷൻ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിലും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് എടുക്കുന്ന ഒരു ക്ലാസ് ആണെന്ന് തോന്നുന്നു. പണ്ട് നമ്മള് തിരക്കാന്ന് പറയുമ്പോഴേ ഇപ്പൊ ബ്രേക്ക് ആവുന്നു സാർ. ഫവാസ് സാർ പറഞ്ഞോളൂ, മ്യൂട്ടായി. സാർ പോയോ? ഹലോ, പറയൂ കേൾക്കാം. അതിന്റെ നെറ്റ് ഇഷ്യൂ വന്നു. അല്ല, നമ്മള് പറഞ്ഞു തന്നത് നമ്മൾ പ്രധാനമന്ത്രിയേക്കാൾ തിരക്കുന്ന, നമ്മ തിരക്കെന്ന് പറയുമ്പോ ചില പ്രധാനമന്ത്രിയേക്കാൾ തിരക്കാണല്ലോ എന്ന് പറയും. അപ്പൊ നമ്മ കുറെ വർഷത്തല്ലേ പറഞ്ഞതാണ്, പ്രധാനമന്ത്രിക്ക് ചെയ്ത് കൊടുക്കാൻ കുറെ സ്റ്റാഫ് മെമ്പേഴ്സും കൂടെ ഉണ്ട്, എനിക്ക് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണേ. അങ്ങനെ ഒരു dialogue. അത് ഓർമ്മ. അതാണ്. അത് ശരിയാണ് അല്ലേ? അതെ. ഇത് കറക്റ്റ് ആണ്. സാറ് കുറെ നാളത്തേക്ക് ശേഷം ഒന്ന് വന്നതായിരുന്നു അല്ലെ? റവ് സാറിന്റെ ക്ലാസ് ആയിരുന്നായിരിക്കും. എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ശീലിക്കണം ബാബു സാർ, എന്നാലല്ലേ നമ്മൾ രക്ഷപ്പെടൂ.
അതെ പ്രത്യേകിച്ച് പ്രവാസികൾക്കിടയിൽ എല്ലാം ഫുഡ് അടക്കം അലക്കലൊക്കെ നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്, പിന്നെന്താ പ്രയാസം? അതുകൊണ്ടല്ല പേരിട്ട് അറിഞ്ഞിട്ട് വരാനല്ലോ. അതെ, നാട്ടിൽ പോയി ശീലാക്കണ്ട, അതാ അവര് ചെയ്തു. ഓക്കെ, നമുക്ക് അതിന്റെ ഓക്കെ, പേരില്ലേ? അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ? അതെ. അപ്പൊ താങ്ക്സ് എവരി വൺ ഫോർ ജോയിനിങ്. അപ്പൊ എല്ലാവരും പരമാവധി മിനിമലിസ്റ്റിക് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവാനായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാളെ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. Okay, sir. നാളെ ഒരു Thank you അടിപൊളി very ക്ലാസ് much. ആയിട്ട് വരുന്നു. Good day to all.